ഗണേശ. ഈ ലോകത്തിൽ തന്നെ ആദ്യമായി മഹാഭാരതം എഴുതിയത് ഭഗവാൻ ഗണപതിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് ഗണപതി എങ്ങനെയാണ് മഹാഭാരതം രചിച്ചത് എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാനായി പോകുന്നത്. വേദവ്യാസൻ എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മഹാഭാരതം രചിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം കൊണ്ട് മഹർഷിയാവട്ടെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. ബ്രഹ്മാവ് അവിടെ ചെന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കേട്ടതും തനിക്ക് സഹായിക്കുവാനാവില്ല, പക്ഷേ ഗണപതിക്ക് താങ്കളെ സഹായിക്കുവാനായേക്കും, ഞങ്ങൾ ഗണപതിയുടെ അടുത്ത് പോയി സഹായം അഭ്യർത്ഥിക്കൂ എന്ന് പറഞ്ഞു. വേദവ്യാസൻ അത് കേട്ട് ഭഗവാൻ ഗണപതിയെ സന്ദർശിച്ചു. ഗണപതി ഈ സംഭവങ്ങളൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഞാൻ എഴുതിക്കോളാം, പക്ഷെ എനിക്ക് കുറച്ച് വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിലൊന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് മഹാഭാരതം ഗണപതിക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും ആ മഹാഭാരതം തീരുന്നത് വരെ നിർത്താനും പാടില്ല. അതിൽ മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ മഹാഭാരതം പറയുന്നത് നിർത്തുകയും ചെയ്യണം. വേദവ്യാസൻ അത് അനുസരിച്ചു. അങ്ങനെ ഗണപതി എഴുതി തുടങ്ങി. ഗണപതിയുടെ പെൻസിൽ ഒടിഞ്ഞു പോയപ്പോൾ തൻ്റെ കൊമ്പുകൾ പൊട്ടിച്ച് മഹാഭാരതം കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.